പ്രേമലു സിനിമ കണ്ട എല്ലാവരും ക്ലൈമാക്സിൽ സച്ചിനെയും റീനുവിനെയും പിന്തുടരുന്ന JK ജസ്റ്റ് കിഡിങ് ആദിയുടെ സംഘത്തിൻ്റെ ആക്രമണത്തെ റീനു പെപ്പർ സ്പ്രേ ഉപയോഗിച്ച് നേരിടുന്ന രംഗം എന്തായാലും മറക്കില്ല. ആ പെപ്പർ സ്പ്രേ ഇല്ലായിരുന്നെങ്കിൽ പ്രേമലുവിൻ്റെ കഥ തന്നെ തകിടം മറിയുമായിരുന്നു. എന്നാൽ എന്താണ് പെപ്പർ സ്പ്രേ എന്ന് ചോദിച്ചാൽ ഒരുവിധം എല്ലാവരും ചിന്തിക്കുക അത് കുരുമുളക് പൊടിച്ച എന്തോ ഒരു സാധനമായിരിക്കും എന്നാണ്. ഇതിൻ്റെ എസൻസ് ഒക്കെ എടുത്തിട്ടോ എങ്ങനെയെങ്കിലും എയറോസോൾ രൂപത്തിലാക്കിയ ഒരു ഡെപ്പി ആയിരിക്കും. ഞാനും അങ്ങനെയായിരുന്നു കരുതിയിരുന്നത് പണ്ട്. നമ്മുടെ മാത്രം അബദ്ധമല്ല, പല പത്രക്കാരും അങ്ങനെയൊക്കെ തന്നെയാണ് ധരിച്ചിരിക്കുന്നത്. ഈ പത്രത്തിലെ വാർത്ത നോക്കൂ, ഇതിൽ പറഞ്ഞിരിക്കുന്നത് കുരുമുളക് സ്പ്രേ എന്ന് തന്നെയാണ്. സത്യത്തിൽ പെപ്പർ സ്പ്രേയും നമ്മുടെ കുരുമുളക് അഥവാ ബ്ലാക്ക് പെപ്പറുമായിട്ട് ഒരു ബന്ധവുമില്ല. രണ്ടിലും പെപ്പർ എന്ന് പറയുന്ന ഒരു പേരുണ്ട് എന്നുള്ളത് മാത്രം. അപ്പോൾ പെപ്പർ എന്ന് കേൾക്കുമ്പോൾ ഉടനെ തന്നെ നമ്മുടെ മനസ്സിൽ ബ്ലാക്ക് പെപ്പർ കയറി വരുന്നതിൻ്റെ ഒരു കുഴപ്പമാണിത്. സത്യത്തിൽ നമുക്ക് പരിചയമുള്ള വറ്റൽമുളകും കാന്താരിയും ഒക്കെ ഒരുതരം പെപ്പറാണ്. അതിനും പേര് ചില്ലി പെപ്പർ എന്നൊക്കെ തന്നെയാണ്. പക്ഷേ അത് ബ്ലാക്ക് പെപ്പറിൻ്റെ കുടുംബത്തിൽപ്പെട്ടതേ അല്ല. അത് ക്യാപ്സിക്കമാണ്. സൗത്ത് അമേരിക്കയിലും സെൻട്രൽ അമേരിക്കയിലും ഒക്കെ പരിണമിച്ചുണ്ടായ അല്ലെങ്കിൽ അവിടുത്തെ തനത് സസ്യമായിട്ടുള്ള അതാണ് ഈ നമ്മൾ പറയുന്ന വറ്റൽമുളകൊക്കെ. അല്ലാതെ നമ്മുടെ ഇവിടെയുള്ള സ്വാഭാവികമായിട്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ചെടിയല്ല അത്. ക്യാപ്സിക്കം ജനുസിൽപ്പെട്ട ഈ ചെടികളെ ഒരു 3000 BC തന്നെ തദ്ദേശീയരായിട്ടുള്ള ആൾക്കാർ, അമേരിക്കയിലുള്ള ആദിമ മനുഷ്യന്മാരൊക്കെ ഇതിൻ്റെ എരിവ് തിരിച്ചറിഞ്ഞിട്ട് അതിനെ പ്രത്യേകമായിട്ട് വളർത്തുകയും കൃഷി ചെയ്യുകയും ഒക്കെ ചെയ്തതായിട്ടുള്ള തെളിവുകളുണ്ട്. എന്നാൽ യൂറോപ്യൻ അധിനിവേശത്തോട് കൂടിയിട്ടാണ് നമ്മുടെ ഓൾഡ് വേൾഡ് എന്ന് പറയുന്ന നമ്മുടെ പോലെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ ഇത് ആദ്യമായിട്ട് കടന്നു വരുന്നത്. അതായത് പറഞ്ഞു വന്നത് കാന്താരിയും വറ്റൽമുളകും ഒന്നും നമ്മുടെ നാട്ടിലെ ചെടിയേ അല്ല. അതൊക്കെ പോർച്ചുഗീസുകാരൊക്കെ കൊണ്ടുവന്ന ചെടികളാണ്. അവർ കൊണ്ടുവന്നതുകൊണ്ടാണ് അതിനെ പറങ്കി എന്ന് നമ്മൾ വിളിക്കുന്നത്. ചിലപ്പോൾ അവരുടെ പറങ്കി പട്ടാളക്കാരുടെ രൂപം, അവരുടെ തൊപ്പിയും ചുവന്ന യൂണിഫോമും ഒക്കെ കൊണ്ടായിരിക്കാം ചിലപ്പോൾ അതിന് പറങ്കി എന്ന് പേരിട്ടതും എന്നും പറയപ്പെടുന്നുണ്ട്. ക്യാപ്സിക്കം ജനുസിൽപ്പെട്ട ഇത്തരത്തിലുള്ള മുളക് ഇനങ്ങളിൽ നിന്ന് അവയിലെ എരിവിന് കാരണമായിട്ടുള്ള ചൂടും എരിവും വേദനയും ഒക്കെ ഉണ്ടാക്കുന്നതിന് കാരണമായിട്ടുള്ള ആ ഘടകത്തെ മാത്രം, അതിന് ക്യാപ്സൈസിൻ എന്നാണ് പറയുക, ആ ഘടകത്തെ മാത്രം വേർതിരിച്ചെടുത്ത്, അത് വെള്ളത്തിൽ ലയിക്കാതെ ഒരു ഘടകമാണ്, അതിൻ്റെ റെസിനുകളെ വേർതിരിച്ചെടുത്തതിൻ്റെ ശേഷം അത് ഉപയോഗിച്ചിട്ടാണ് പെപ്പർ സ്പ്രേ ഉണ്ടാക്കുന്നത്. ഒലിയോ റെസിൻ ക്യാപ്സിക്കം സ്പ്രേ എന്നാണ് ഇതിന് സാധാരണയായിട്ട് പറയുക. അഥവാ പെപ്പർ സ്പ്രേയുടെ വേറൊരു പേരാണ് ഒസി സ്പ്രേ. ഇതിൽ 1%, 2%, അതിൽ കുറവൊക്കെ ആയിട്ട് മാത്രമേ ഈ പറയുന്ന ക്യാപ്സൈസിൻ എന്ന് പറയുന്ന ഈ എരിവുള്ള ഘടകം ഉണ്ടാവുകയുള്ളൂ. അതിൽ കൂടിയ അളവിലായി കഴിഞ്ഞാൽ മാരകമായിട്ടുള്ള ഫലങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരും. ഇത് വെള്ളത്തിൽ കലർത്തിയോ ആൽക്കഹോളിൽ കലർത്തിയോ എയറോസോൾ രൂപത്തിലായിട്ടാണ് സ്പ്രേ ചെയ്യുന്നത്. നമ്മുടെ സസ്യമായിട്ടുള്ള ബ്ലാക്ക് പെപ്പർ അല്ലെങ്കിൽ കുരുമുളക്, പെപ്പർ നിഗ്രം എന്ന് പറയുന്നതിലെ എരിവിൻ്റെ ഘടകം ഇതല്ല. അത് ക്യാപ്സിക്കം ജനുസിലേ അല്ല, പിപ്പർ ജനുസിൽപ്പെട്ട ഒരു സസ്യമാണത്. അതിൽ പിപ്പറിൻ എന്ന് പറയുന്ന ഒരു ഘടകമാണ് അതിൻ്റെ എരിവിന് കാരണമാകുന്നത്. അതും ക്യാപ്സൈസിനുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല, ക്യാപ്സൈസിൻ്റെ എരിവൊന്നും കുരുമുളകിനില്ലതാനും. കുരുമുളക് പൊടിയൊന്നും നമ്മുടെ കയ്യിൽ വെതറിയത് കൊണ്ടൊന്നും നമുക്ക് പ്രത്യേകിച്ചിട്ടൊന്നും സംഭവിക്കില്ല. ഇനി കുരുമുളക് പൊടി ഒരാളുടെ മുഖത്തേക്ക് എറിഞ്ഞാൽ പോലും കണ്ണിലായാൽ ഇത്തിരി നേരം പുകയുമെന്നല്ലാതെ പെപ്പർ സ്പ്രേ ഉപയോഗിച്ചതുപോലെ നമ്മുടെ അക്രമി പെട്ടെന്ന് പകച്ചു പോവുകയോ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ മാറുകയോ ഒന്നും ചെയ്യില്ല ഇത്തിരി കുരുമുളക് പൊടി അയാളുടെ മുഖത്തേക്ക് എറിഞ്ഞാൽ. 2-ക്ലോറോബെൻസാൽ മലോണോ നൈട്രൈൽ എന്ന് പറയുന്ന ഒരു ഘടകമാണ് സാധാരണയായിട്ട് നമ്മുടെ കണ്ണീർവാതക ഷെല്ലുകളിൽ ഉപയോഗിക്കുന്നത്. അതുണ്ടാക്കുന്ന പുകച്ചിലിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള വളരെ എരിപിടി സഞ്ചാരം ഉണ്ടാക്കാനുള്ള കഴിവുള്ളതാണ് കാപ്സൈസിൻ. എങ്കിലും അതൊരു ലാക്രിമേറ്റ് ഏജൻറ്റ് കൂടിയാണ്. അപ്പം മുഖത്തൊക്കെ ഇതിൻ്റെ സ്പ്രേ പതിച്ചു കഴിഞ്ഞാൽ, കണ്ണിലോ മുഖത്തോ ഒക്കെ പതിച്ചാൽ ഉടനെ തന്നെ നമ്മൾ പെട്ടെന്ന് ഷോക്ക് അടിച്ചതുപോലെ കണ്ണടക്കും, കണ്ണിൽ നിന്നും വെള്ളം വരും, പെട്ടെന്ന് കാഴ്ച നഷ്ടപ്പെട്ടതുപോലെ തോന്നും, മുഖം മുഴുവൻ എരിവ് കൊണ്ട് പുകഞ്ഞു പോകും. അപ്പോൾ കുറച്ച് സമയത്ത് ഇയാൾക്കൊന്നും കാണാനാകുന്നതുകൊണ്ട് ആ ഒരു സമയം കൊണ്ട് അക്രമിയുടെ ശ്രദ്ധ തെറ്റിച്ച് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ഉപയോഗം. അപ്പോൾ ഇത്തരത്തിലുള്ള പെപ്പർ സ്പ്രേകൾ വികസിപ്പിച്ചെടുത്തത് യഥാർത്ഥത്തിൽ ഈ ഒരു ആവശ്യത്തിനല്ല. കരടികളൊക്കെ ആക്രമിക്കുന്ന പ്രദേശങ്ങളിലുള്ള ആൾക്കാരുടെ കയ്യിൽ, സ്ത്രീകളുടെയും സാധാരണക്കാരുടെ ആൾക്കാരുടെയും ഒക്കെ കയ്യിൽ എപ്പോഴും കരുതാൻ വേണ്ടിയിട്ടാണ്. കരടി പെട്ടെന്ന് ആക്രമിക്കുകയാണെങ്കിൽ ഈ സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് സമയം അതിൻ്റെ ശ്രദ്ധ മാറുന്ന സമയം കൊണ്ട് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാനാണ് പെപ്പർ സ്പ്രേ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അതിന് ബെയർ സ്പ്രേ എന്നും പേരിട്ട്. ഇപ്പോൾ സാധാരണഗതിയിൽ ഇതിനെ കൊണ്ട് ഇതടിച്ചു കഴിഞ്ഞാൽ ഒരു 1/4 മണിക്കൂർ കൊണ്ടൊക്കെ അയാളുടെ പൂർവാവസ്ഥയിലേക്കൊക്കെ കുറേ എരിവും പുകച്ചിലും ഒക്കെ ഉണ്ടാകും കൂടി കണ്ണിൻ്റെ കാഴ്ച പഴയ പോലെ തന്നെ ആകുന്ന അവസ്ഥയിലേക്ക് തിരിച്ചെത്തും.
എന്നാൽ ഇതിന് കൂടിയ അളവിൽ ഇത് ചേർത്തുകൊണ്ട് ജനക്കൂട്ടത്തെയോ ഒക്കെ പിരിച്ചിടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പോലീസൊക്കെ ദുരുപയോഗിക്കുന്നതിനെതിരെ ചില നിയമങ്ങളും ചില നിർദ്ദേശങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കുറച്ചു മുമ്പ് നടത്തിയ ഒരു അരുണാചൽ യാത്രയിൽ ഞാൻ ഇത്തരത്തിലുള്ള ഒരു കാപ്സിസൈൻ്റെ ഭീകരതയുള്ള ഒരു തരം മുളക് പരിചയപ്പെട്ടിരുന്നു. ഭൂത് ജൊലോക്കിയ എന്നാണ് അതിന് പേര്. കൗതുകരമായിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ അരുണാചലിൻ്റെ ഏറ്റവും കിഴക്കുള്ള ചൈന ബോർഡറിലുള്ള വലോങ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഹയൂലിയാങ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരികയായിരുന്നു. രാവിലെ പുറപ്പെട്ടതാണെങ്കിൽ പ്രത്യേകിച്ച് ഭക്ഷണമൊന്നും കിട്ടാതെ അവശരായിട്ടാണ് ഞങ്ങൾ വരുന്നത്. അപ്പോഴാണ് ഒരു സ്ഥലത്ത് ഇരുന്നപ്പോൾ കാട്ടിനുള്ളിൽ നിന്നും ഒരു മനുഷ്യൻ ഒരു സഞ്ചിയിൽ വളരെ ചുവപ്പ് നിറമുള്ള പഴങ്ങളൊക്കെ ആയിട്ട് കാട്ടുപഴങ്ങളൊക്കെ ആയിട്ട് വരുന്നത് കണ്ടത്. അപ്പോൾ ഭയങ്കര ആവേശം വന്നു, അത് വാങ്ങി എങ്ങനെയും കഴിക്കാമല്ലോ എന്നുള്ളത്. പക്ഷേ അടുത്തെത്തിയപ്പോഴാണ് ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇത് ഭൂത് ജൊലോക്കിയാണെന്ന്. അതായത് അത് ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വർഗവും നരകവും ഒക്കെ കാണും. അവിടെയുള്ളൊരു കടയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം കാട്ടിൽ നിന്ന് പറിച്ചു കൊണ്ടുവരുന്നത്. വളരെ വന്യമായിട്ടുള്ളവയ്ക്ക് ഭയങ്കരമായിട്ടുള്ള എരിവായിരിക്കും. അത് ആ കടയിൽ കൊടുത്തിരിക്കുന്ന അത് വാങ്ങി അത് ശേഖരിച്ചു വെക്കുന്ന സ്ത്രീ കയ്യിലൊരു ഗ്ലൗസ് ഇട്ടിട്ടാണ് ഇത് എടുക്കുന്നത് പോലും. ഇതിന് ഗോസ് പെപ്പർ എന്നൊക്കെ ആസാമിലൊക്കെ പേരുണ്ട്. ഇത്തരത്തിലുള്ള പല ഇനങ്ങൾ, വൈൽഡായിട്ടുള്ള ഇനങ്ങൾ അസാമിലും അരുണാചലിലും നാഗാലാൻഡിലും ഒക്കെ കാട്ടിൽ നിന്നും അവർ ശേഖരിക്കുന്നുണ്ട്. അതിനൊക്കെ ഏകദേശം സമാനമായിട്ടുള്ളതാണെങ്കിലും വ്യത്യസ്ത തീവ്രതയുള്ള എരിവുള്ള ഇനങ്ങളാണ് അവിടെ നിന്ന് കിട്ടുന്നത്. ഈ ഭൂത് ജൊലോക്കിയ 2009 ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ചത് ഏറ്റവും എരിവുള്ള മുളകിനമായിട്ട് അന്ന് ഇനം പിടിച്ചത് ഇതായിരുന്നു. മുളകിനങ്ങളുടെ എരിവ് എങ്ങനെയാണ് നമ്മൾ കൂടുതലാണ് കുറവാണ് ഇതിന് പറയുക എന്നുള്ളതിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ. അതിന് ഒരു മാനദണ്ഡം, ഒരു സ്കെയിലുണ്ട്. സ്കോവിൽ ഹീറ്റ് യൂണിറ്റ് SHU. ഇത് വെച്ചിട്ടാണ് ഓരോ മുളകിനങ്ങളുടെയും എരിവ് അല്ലെങ്കിൽ അതിൻ്റെ ഹോട്ട്നെസ് എത്രയാണ് എന്ന് കണക്കാക്കുക. ഭൂത് ജൊലോക്കിയക്ക് 10 ലക്ഷം SHU ആയിരുന്നു അതിൻ്റെ അളവെങ്കിൽ നമ്മുടെ കുരുമുളകൊക്കെ 1 ലക്ഷത്തിനടുത്ത് മാത്രമാണ് അവയുടെ SHU. അപ്പോൾ നമുക്ക് ഏകദേശം ഊഹിക്കാം അവയുടെ എരിവ് തമ്മിലുള്ള വ്യത്യാസം. പക്ഷേ ഈ ഭൂത് ജൊലോക്കിയയും 2023 കടത്തി വെട്ടിക്കളഞ്ഞു. അതാണ് ഇപ്പോഴുള്ള ലോകത്തിലെ ഏറ്റവും എരിവുള്ള മുളകായിട്ട് കണക്കാക്കുന്നത്. അതിന് പിപ്പർ എക്സ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. 26,90,000 മുകളിൽ SHU ആണ് പിപ്പർ എക്സിൻ്റെ എരിവ്. അപ്പം അതിനെ കൊണ്ടൊക്കെ ഒരു പെപ്പർ സ്പ്രേ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ വളരെ ലളിതമായിട്ടുള്ള സയൻറ്റിഫിക് ഫാക്റ്റുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ വിജയകുമാർ.